CMC സന്യാസിനി സഹോദരിമാരെ പരിചയപ്പെടുകയുണ്ടായി. 10 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്യണം. നമ്മൾ മിഷണറിമാരെന്ന് പറയുന്നത് എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളിടത്ത് മാത്രം സേവനം ചെയ്യാറുള്ളവരാണോ? 25 കിലോമീറ്റർ ഇങ്ങോട്ടും, തിരിച്ച് ഗ്രാമത്തിലേക്കും, തിരിച്ച് പള്ളിയിലേക്കും, തിരിച്ച് അവിടെയുള്ള ഗ്രാമത്തിലേക്കും, അങ്ങനെ 100 കിലോമീറ്റർ സഞ്ചരിച്ച ആ വ്യക്തിയാണോ? സ്നേഹമുള്ളവരെ, സൺഡേ ഷാലോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ട് പോകാൻ എനിക്ക് അവസരം ലഭിച്ചത് മഡഗാസ്കറിലേക്കാണ്. മഡഗാസ്കറിൽ പോയപ്പോൾ ഒരു 100 വർഷം മുൻപ് നമ്മുടെ കേരളം എങ്ങനെയാണോ ഒരു അനുഭവമാണ് എനിക്ക് ലഭിച്ചത്. പച്ചപ്പുണ്ട്, എവിടെയും പച്ചപ്പുണ്ട്, നീല ആകാശം, ബ്ലൂ സ്കൈ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇനിയും എത്രയോ നാളുകൾ കാത്തിരുന്ന് ഒരു പുരോഗതിയിലേക്ക് വരേണ്ട നാടാണ് എന്ന് തോന്നിപ്പോയി. അവിടെ CMC സന്യാസിനി സഹോദരിമാരെ പരിചയപ്പെടുകയുണ്ടായി. അവർക്ക് രൂപതയിലെ ബിഷപ്പ് പുതിയൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അവർ വിളിച്ചിരിക്കുക. പിതാവ് തന്നെ അവർക്ക് കോൺവെൻറ്റ് പണിത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കോൺവെൻറ്റിൽ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാഹനങ്ങൾ പോകില്ല, കാൽനടയായിട്ട് പോകണം. 10 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്യണം. സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും ഉള്ളിൽ ഈ 10 കിലോമീറ്ററിൽ ഈ ഏരിയയിൽ ഈ ഒരു കോൺവെൻറ്റ് നിർമ്മിക്കുവാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മിഷൻ പ്രവർത്തനത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചത്? തീർച്ചയായിട്ടും അവർ പറഞ്ഞ ഉത്തരപ്രകാരമാണ്, അവിടെയും ദൈവത്തിൻ്റെ മക്കളല്ലേ, അവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. നമ്മൾ മിഷണറിമാരെന്ന് പറയുന്നത് എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളിടത്ത് മാത്രം സേവനം ചെയ്യാറുള്ളവരാണോ? അല്ലല്ലോ, അവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇവർ പിന്നീട് പറയുകയാണ്, അതുമാത്രമല്ല, ഈ 10 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിലൊക്കെയുള്ള കുർബാനകൾ ക്രമീകരിക്കാമെന്നും കൂടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കളെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ഊർജ്ജമായിട്ട് പരിശുദ്ധ കുർബാന ലഭിക്കുന്നതിൽ എന്തെല്ലാം ആനന്ദമാണുള്ളത്. ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു അനുഭവം മഡഗാസ്കറിൽ തന്നെ ഉള്ള ജോൺസൺ തളിയത്ത് അച്ഛൻ പങ്കുവച്ചതാണ്. ജോൺസൺ തളിയത്ത് അച്ഛനെ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം യൂട്യൂബ് ചാനലുകളിലൂടെ മഡഗാസ്കറിൻ്റെ ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും സന്ദേശങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം പങ്കുവച്ചൊരു അനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു അനുഭവമാണ്. 25 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അദ്ദേഹത്തിന് ഒരു ദേവാലയത്തിൽ, ഒരു പള്ളിയിൽ, ദേവാലയമൊന്നുമില്ല, ഒരു ഗ്രാമത്തിൽ കുർബാന അർപ്പിക്കാൻ പോകാനായിട്ട്, അതും കാൽനടയായി തന്നെ. അച്ഛനെ കൊണ്ടുപോകാനായിട്ട് ആ വില്ലേജിലെ ഒരു വ്യക്തി അച്ഛനെ കൊണ്ടുപോകാനായിട്ട് പള്ളിയിലിട്ട് വന്നു. ഈ വ്യക്തി അച്ഛനെ കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനും എൻ്റെ കൂടെ മറ്റുള്ളവരുമുണ്ടല്ലോ, ഞങ്ങൾക്ക് വഴിയറിയാം, ഞങ്ങൾ പോയിക്കൊള്ളാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല അച്ഛാ, അച്ഛനെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കാൻ കൊണ്ടുവന്ന് തിരിച്ച് അച്ഛൻ താമസിക്കുന്നിടത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് അച്ഛൻ തടസ്സം നിൽക്കരുതെന്ന് പറയുകയാണ്. എന്നിട്ട് ഈ വ്യക്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ ഇദ്ദേഹത്തെ തിരിച്ചു വരുവാനായിട്ട് അച്ഛൻ അനുവദിക്കുകയാണ്, തിരിച്ചു കൊണ്ടുവന്നേക്കാണ്ട് അനുവദിക്കുകയാണ്. പിന്നീട് അച്ഛൻ പറഞ്ഞൊരു അനുഭവ പ്രകാരമാണ്, നമ്മൾ മിഷണറീസ് പറയുന്നത് നമ്മൾ 25 കിലോമീറ്റർ യാത്ര ചെയ്തു. ഞാൻ അന്ന് രാത്രി ഇരിക്കുന്ന സമയത്ത് ഞാൻ 25 കിലോമീറ്റർ യാത്ര ചെയ്ത് കുർബാന ചൊല്ലി. 25 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തിരിച്ച് 25 കിലോമീറ്റർ പള്ളിയിലേക്ക് നടന്നു. അങ്ങനെ 50 കിലോമീറ്റർ കാൽനടയായി ചെന്ന് കുർബാന അർപ്പിച്ച് തിരിച്ചു വന്നു. അതിൻ്റെ ആത്മനിർവൃതിയിലിരിക്കുമ്പോൾ ദൈവം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീയാണോ യഥാർത്ഥ മിഷണറി, അതല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാനായിട്ട് 25 കിലോമീറ്റർ ഇങ്ങോട്ടും, തിരിച്ച് ഗ്രാമത്തിലേക്കും, തിരിച്ച് പള്ളിയിലേക്കും, തിരിച്ച് അവിടെയുള്ള ഗ്രാമത്തിലേക്കും, അങ്ങനെ 100 കിലോമീറ്റർ സഞ്ചരിച്ച ആ വ്യക്തിയാണോ? ഒരു വലിയ ചോദ്യമല്ലേ അത്. അച്ഛൻ പിന്നീട് പങ്കുവച്ചത് പ്രകാരമാണ്, ഞാൻ നമ്രശിരസ്കനായ എൻ്റെ ദൈവത്തിന് മുൻപിൽ. ശരിയാണ് സ്നേഹമുള്ളവരെ, ചില ജീവിതങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ എത്രയോ ചെറുതാണ്. ഈ സഹനങ്ങളിലൂടെയാണ് ദൈവത്തെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. നമ്മളിന്ന് ഏതെങ്കിലും ചെറിയ സഹനത്തെക്കുറിച്ച് അവർ ദുഃഖിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹനത്തോട്
തുലനം ചെയ്യുമ്പോൾ നമ്മുടേത് എത്രയോ നിസ്സാരമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുമൊഴികൾ നമുക്ക് ഓർക്കാം. ഓർക്കുകയാണ് ആഫ്രിക്കയിൽ തന്നെ മറ്റൊരു അനുഭവം. ഞങ്ങൾ ഒരു പ്രദേശത്ത് ഭക്ഷണത്തിന് പോകുമ്പോൾ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അവിടുന്ന് വരുന്ന മേശമേലിൽ നിന്ന് വീഴുന്നവ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ശേഖരിക്കാൻ വരെ ആളുകൾ വരി വരിയായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ സൗഭാഗ്യങ്ങൾ കാണുവാനുള്ള കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കാം. എനിക്കും നിനക്കുമൊക്കെ ഇത്ര വലിയ സഹനങ്ങളൊന്നുമില്ല. ഇതിനപ്പുറത്തെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. കാഴ്ചയ്ക്ക് മങ്ങലേൽക്കാതെ നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനും ചെറിയ ചെറിയ സഹനങ്ങളെ വലിയ വലിയ ആനന്ദമാക്കി തീർക്കുന്ന തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനുള്ള കൃപ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. ഈ യാത്ര തുടരാം. ശുഭയാത്ര, ശുഭദിനം.